എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ആങ്ങാമൊഴിയിലുള്ള ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന്റെ ഫ്രണ്ടിലാണ്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒരു 7 മണിയോടുകൂടി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിലൊക്കെ ഉള്ള സൗകര്യം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. 8 മണി തൊട്ടേ പാസ് കൊടുത്ത് തുടങ്ങുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ കാപ്പി കുടിക്കാനും ഒന്ന് ഫ്രഷ് ആവാനും ഒക്കെ ഉള്ള ടൈം കിട്ടിയേ. ഈ ഒരു തവളയെ ഞാൻ ഇതിന് മുന്നേ വേറെ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടൊന്ന് എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ കാപ്പി കുടിക്കാനൊക്കെ സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ കുറച്ച് ദൂരം കുറച്ച് ഒന്ന് പോയാൽ മതി, നല്ല കാപ്പിയൊക്കെ കിട്ടുന്ന സ്ഥലം കിട്ടും കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകളാണ്, നല്ല ഫുഡ് കിട്ടും കേട്ടോ. ഭയങ്കര ഒരുപാട് അങ്ങനത്തെ സംഭവമൊന്നും ആയിരിക്കില്ല. ഈ ദോശ, അപ്പം, കുറുമ അങ്ങനത്തെയൊക്കെ കുഞ്ഞു 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 സാധനങ്ങളെ കിട്ടുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും അവിടെ പാസ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി പാസ് എടുക്കണം. അത് എടുക്കേണ്ടത് kvkakionline.com എന്ന വെബ്സൈറ്റ് വഴി നമ്മൾ ഒരു 5 ദിവസം മുന്നെങ്കിലും പാസ് എടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് കയ്യിൽ വെച്ചേക്കണം. അത് കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുമ്പോഴത്തേക്കാണ് ഇവിടുന്ന് നമുക്ക് വേറൊരു പാസ് തരും. അവർ തരുന്ന എന്നിട്ട് അവിടുന്ന് ഒരു ഫോം തരും. ആ ഫോമിൽ നമ്മുടെ എത്ര പേര് ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്നു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലൊരു പാസ് നമുക്ക് തരും. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ മനശ്രീ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെയുള്ള ഒരു കഫേയിൽ കയറി ഉച്ചയ്ക്കുള്ള 2 പൊതിച്ചോറ് നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഉണ്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് അവിടെ ഇങ്ങനെ റൂട്ട് മാപ്പൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ പാലം കടന്നിട്ട് നേരെ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആങ്ങാമൊഴി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്താം കേട്ടോ. ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തിയിട്ട് നമ്മൾ ID കാർഡും ഈ പാസ്സും ഒക്കെ കാണിക്കണം. ഈ പാസ് കളയാൻ പാടില്ല. ലാസ്റ്റ് ഈ യാത്ര കഴിയുന്നത് വരെ നമ്മുടെ കയ്യിൽ ഈ പാസ് ഉണ്ടായിരിക്കണം. അങ്ങനെ അവിടെ നിന്ന് ഏകദേശം 68 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഈ ഗവിയിലേക്ക്. നമ്മളങ്ങനെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ പുറകിൽ നിന്ന് ഒരു ബസ് വരുന്നുണ്ടായിരുന്നേ. ഈ ബസ്സും എവിടെന്നാ നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് 3 ബസ്സും കുമളിയിൽ നിന്ന് ഒരു ബസ്സുമാണ് ഉള്ളത്. പത്തനംതിട്ടയിൽ നിന്ന് രാവിലെ 5:30, 6:30, പിന്നെ ഒരു 11:30 12 അങ്ങനെ എങ്ങാണ്ട് ഒരു ടൈമിൽ ഒരു ബസ്സുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ കണ്ട ആ ഒരു എന്തോ മെഷീനറി പോലത്തെയൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഈ ഡാം പണിയണ സമയത്ത് കൊണ്ടുവന്ന് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെ അവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇട്ടിട്ട് പോയതാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യം എത്തിയത് മൂഴിയാർ ഡാമിലാണ്. അവിടെ നമുക്ക് ഫോട്ടോഗ്രാഫി ഒന്നും എടുക്കാൻ പാടില്ല. നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങോട്ട്, അതായത് ഡാമിനകത്ത് വണ്ടിയൊന്നും നിർത്താൻ പാടില്ല, അപ്പുറവും ഇപ്പുറവും നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലാണ്. കേരളത്തിലെ തന്നെ 2ാമത്തെ ഏറ്റവും കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. കറക്റ്റ് അറിയില്ല, തെറ്റാണെങ്കിൽ ആരും വഴക്ക് പറയാൻ നിൽക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് അകത്തേക്കൊന്നും കയറ്റൂല. നമ്മൾ അവിടെ വരെ ഒന്ന് പോയപ്പോഴത്തേക്ക് അകത്ത് കയറ്റുമെന്ന് ചോദിച്ചു. അകത്തോട്ടൊന്നും കയറാൻ പറ്റൂല, തിരിച്ചു പൊക്കോളാൻ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയൊന്നുമില്ല, തിരിച്ചിങ്ങ് പോകുന്നു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുക്കി വിടുന്നുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് തോന്നുന്നു കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ട് വരുന്ന വെള്ളമായിരിക്കും. അവിടെ തന്നെ ഒരു ക്യാൻറ്റീനും ഉണ്ട്. അവിടെ നമ്മൾ നോക്കിയില്ല കേട്ടോ, ഊണുണ്ടോ ഇല്ലയെന്നൊന്നും നമ്മൾ ഇറങ്ങി നോക്കി. നമ്മൾ ഊണ് വാങ്ങിയത് കൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ടൊന്നും പിന്നീട് അന്വേഷിക്കാൻ നിന്നില്ല. ഇതേ പദ്ധതിയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകളാണ് കേട്ടോ. ഇതിൻ്റെ വലിപ്പം ഈ വീഡിയോയിൽ കൂടെ ഒന്നും കണ്ടാൽ മനസ്സിലാവൂല. നമ്മളത് നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു വലിപ്പം, ഒരു പൈപ്പിൻ്റെ തന്നെ വലിപ്പം നമുക്ക് മനസ്സിലുള്ളൂ. അപ്പം തന്നെ നമ്മൾ ആലോചിക്കുന്നത് എന്തുമാത്രം വെള്ളമാണ് ഇതിൻ്റെ കൂടെയൊക്കെ പോകുന്നതെന്ന് കേട്ടോ. അത്രയും വലിയ പൈപ്പ്. ആ ഒരു പൈപ്പിൽ കൂടെ തന്നെ എന്തുമാത്രം വെള്ളം പോവുമായിരിക്കും. ഇതിനിടയ്ക്ക് അട്ടയുടെ കടിയൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടാത്തത് എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ചേട്ടന് കിട്ടി, പിള്ളേർക്ക് 2 പേർക്കും അട്ടയുടെ കടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയും കൂടെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു, അന്യായ വ്യൂ ആയിരുന്നു കേട്ടോ. എല്ലായിടത്തും ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ഇങ്ങനെ കോട ഇങ്ങനെ കട്ടയ്ക്ക്, അതായത് ഇങ്ങനെ എന്താ പറയുക, നമുക്കിങ്ങനെ പിടിച്ചെടുക്കാൻ തോന്നും അങ്ങനത്തെ തന്നെ കട്ടയ്ക്ക് ഇങ്ങനെ കോട കയറി വരുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെയൊക്കെ നിർത്തിയിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അത് പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ തന്നെ വണ്ടിയിൽ പോയാലേ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നിർത്തി ഇഷ്ടമുള്ളിടത്ത് ഫോട്ടോസും ഒന്ന് റിലാക്സ് ചെയ്തും ഒക്കെ പോകാൻ പറ്റുള്ളൂ. നമ്മൾ 5:30 മുമ്പേ പക്ഷേ അപ്പുറത്ത് കടക്കണം. എന്നിരുന്നാലും നമ്മളൊരു 8 മണിക്കൊക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളൊരു 3:30 ആയപ്പോഴത്തേക്ക് തന്നെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ ഇതിന് മുന്നേ കാണുമല്ലോ. അപ്പോഴത്തേക്ക് എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ
ഇതേപോലത്തെ മൊട്ടക്കുന്നുകളുണ്ടല്ലോ. മൊട്ടക്കുന്നുകളിലായിരിക്കും മൃഗങ്ങളെ കാണാൻ പറ്റുക എന്നുള്ളത്. നമ്മൾ പോയപ്പോഴത്തേക്ക് വഴിയിലൊക്കെ വെച്ചിട്ട് മലയണ്ണാന്, പിന്നെ കരിങ്കുരങ്ങ് അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടുന്ന് നമ്മള് ഇങ്ങനത്തെ ഈ മൊട്ടക്കുന്നുകളൊക്കെ എത്തുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചായിരിക്കും പോകുന്നത്. അവിടെ എങ്ങനെ ആന വല്ലതും നിൽപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളിങ്ങനെ സ്ലോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാണുന്നത് കക്കി ഡാമിന്റെ റിസർവോയർ ആണെന്ന് തോന്നണേ. റിസർവോയർ ആണ്. പക്ഷെ നമ്മളിപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് മാത്രമായിട്ട് കാണുമ്പോഴത്തേക്ക് എന്താ പറയുക, ഏതോ ഒരു പുരാതന സ്ഥലം പോലെ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. നല്ല കളർ, നല്ല റെഡ് കളറായിട്ടാണ് കിടന്നത്. ഈ ഫോട്ടോയിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അല്ല, കുറച്ചുകൂടെ ഒരു ഭംഗിയുണ്ട് നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്ക്. അതൊരിക്കലും നമ്മൾ വീഡിയോയിൽ കാണുന്നതിൻ്റെ ഇരട്ടി ഭംഗി ഉറപ്പായിട്ടും നമ്മൾ നേരിട്ട് കാണുമ്പം കാണും കേട്ടോ. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ എഡിറ്റ് ചെയ്യണതും എല്ലാം ഞാൻ ഫോണിൽ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള കുറവുകളും, ഇനിയിപ്പം അങ്ങനെ കുറവുകളൊന്നും ഇല്ലാത്ത ഫോണാണെങ്കിൽ പോലും നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്നത് പോലെ ഒരിക്കലും ഫോണിൽ കൂടെ കാണുമ്പോൾ തോന്നൂല. അപ്പം കഴിയുന്നതും ആൾക്കാരൊക്കെ ഈ പറഞ്ഞതുപോലെ പറ്റുന്നവരൊക്കെ ചെന്ന് പോയി കാണുക, കാഴ്ചകൾ കണ്ട് തന്നെ ആസ്വദിക്കണം കേട്ടോ. വീഡിയോയിൽ കൂടെ ഒന്നും കണ്ടിട്ടൊന്നും കാര്യമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കക്കി ഡാമിൻ്റെ അവിടെ എത്തി. അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ പാസ്സൊക്കെ കാണിക്കണം, ID പ്രൂഫൊക്കെ കാണിക്കണം. പിന്നെ ഈ ടോയ്ലറ്റിൻ്റെ പിള്ളേരെയൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ടോയ്ലറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ടോയ്ലറ്റുകളുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഡാമിൻ്റെ ഒരു പോലീസുകാരൻ നിൽപ്പുണ്ടായിരിക്കും. ആ പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു തരും എവിടെയാണ് ഇപ്പോൾ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉള്ളത് എന്നവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ പിള്ളേരെയൊക്കെ കൊണ്ടുവരുന്നവർ അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. ടോയ്ലറ്റ് അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ടോയ്ലറ്റുകളുണ്ട്. ഈ പറഞ്ഞ നമ്മൾ ആദ്യത്തെ ചെക്ക് പോസ്റ്റിലും നമ്മളിവിടെ കക്കി ഡാമിൻ്റെ അവിടെ ഒരു ചെക്ക് പോസ്റ്റിൽ ഒരു ഇതിൽ പോയിട്ടുണ്ട്, ടോയ്ലറ്റിലും പോയിട്ടുണ്ടായിരുന്നു. അവരടുത്ത് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. അവിടെ നമ്മൾ നേരെ ആനത്തോട് ഫ്ലാങ്കിങ് ഡാം, അതായത് ചെറിയൊരു കർവ് ഉണ്ട് കേട്ടോ ഇതിന്. അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, ഒരു ഇത്തിരി നീളം കൂടുതലും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഡാമിൻ്റെ മുകളിൽ കൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതും ഈ പറഞ്ഞതുപോലെ ആ ഡാമിൻ്റെയും സൈഡിൽ വെള്ളം കുറവായതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നല്ല റെഡ് കളറിൽ ഇങ്ങനെ തിട്ടകൾ പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു സൈഡിൽ നല്ല കോടയും. അങ്ങനെ അതും നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു വന്നപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം വിചാരിച്ചു ആനയായിരിക്കും ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കണേന്ന്. ഈ വീഡിയോയിൽ എത്രത്തോളം നേരെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെല്ലാം നമ്മുടെ കാട്ടുപോത്താണേ. നിറച്ച് നിൽപ്പുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇതാ ഈ കാണുന്നത് കരിങ്കുരങ്ങ്, നീലഗിരി രംഗൂറോ അങ്ങനെ എന്തോ ആണ്, മറ്റേ വംശനാശ ഭീഷണി നേരിടുന്ന സാധനങ്ങളാണ് കേട്ടോ ഈ കരിങ്കുരങ്ങൊക്കെ. അങ്ങനെ അതിനെയൊക്കെ നിറച്ച് കാണാൻ പറ്റി. കാട്ടുപോത്തിനെയൊക്കെ കാണാൻ പറ്റി. പിന്നെ ഈ ഒരു ആന, ഈ ഒരെണ്ണമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അവിടെ കിടന്ന് ഈ കയ്യും കാലും ഒക്കെ കാണിക്കുന്നത് കണ്ടിട്ടാണോ എന്ന് അറിഞ്ഞൂടാ, അതിങ്ങനെ നോക്കുന്നുണ്ട്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം അത് നമ്മളെയാണ് നോക്കുന്നതെന്ന്. ഈ വീഡിയോയിൽ അത്രയ്ക്ക് അത് കിട്ടാൻ ചാൻസ് കുറവാണ്. അതിങ്ങനെ ചെവിയൊക്കെ ആട്ടി നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. നമ്മളിവിടെ തന്നെ കൈയും കാലും ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പിള്ളേരൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ആനച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ആദ്യമായിട്ടൊരു ആനയെ കിട്ടി, കാണാൻ വേണ്ടി കിട്ടി കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ പമ്പ ഡാമാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. കൊച്ചു പമ്പയ്ക്ക് മുന്നേ ആയിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ 85 രൂപ കൊടുത്ത് പാസ് എടുത്തിട്ട് അവിടുന്ന് പോകണം കേട്ടോ. അവിടുന്ന് കുറച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 2 മണി 1:30 എങ്ങാണ്ടൊക്കെ ആയി. അപ്പോഴത്തേക്ക് പിന്നെ ഊണൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ചേച്ചിമാർ വന്ന് ഊണൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വേസ്റ്റ് ഒന്നും അവിടെ ഇടരുത്, അതെല്ലാം കെട്ടിപ്പോഞ്ഞ് നമ്മൾ വണ്ടിയിൽ വെച്ചിട്ട് നമ്മളെ വീടുകളിൽ കൊണ്ടുവന്ന് കളയുക. ഇട്ട് കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടാകും കേട്ടോ. 500 രൂപ എങ്ങാണ്ട് ഫൈനാണ്. അപ്പം നമ്മൾ അവിടെ ഊണ് കഴിച്ച സ്ഥലമായിരുന്നു പമ്പ ഡാം കേട്ടോ. അത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. നമ്മളിങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത്. ഞാൻ വിചാരിച്ചു എല്ലാ ഡാമിൻ്റെയും പുറത്തൂടെ പോകാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. അപ്പം അങ്ങനെ പമ്പ ഡാമും കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു എന്താ പറയുക, ചെക്ക് ഡാമല്ലേ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെയും കുറച്ച് നേരം ഇറങ്ങി അവിടെ നിന്നൊക്കെയുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ചായിട്ട് റോഡിലേക്ക് കോട ഇറങ്ങി തുടങ്ങി കേട്ടോ. റോഡൊക്കെ ഇത്തിരി മോശമാണ്. നമ്മൾ ആദ്യം കാണുന്ന റോഡ് പോലെയല്ല. പിന്നെ ഇങ്ങനെ ഡാമുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ റോഡൊക്കെ ഇത്തിരി മോശമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗവിയാറിലെത്തി കേട്ടോ. ഗവിയാറിൽ ഇവിടെ പാക്കേജ് എടുത്ത് വരുന്നവർക്ക് ബോട്ടിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പാക്കേജ് എടുത്ത് വരുന്നവർക്ക് മാത്രമേ അവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല. അവിടെ ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റിലൊക്കെ പോകാനൊക്കെയുള്ള സൗകര്യമുണ്ട്. എല്ലാം പേ ആൻഡ് യൂസ് ആണ്.
എല്ലാ ടോയ്ലറ്റുകളും പേ ആൻഡ് യൂസ് ആണ് കേട്ടോ. അപ്പോൾ കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല. വെള്ളവും ആഹാരവും കൂടെ നേരത്തെ വാങ്ങിച്ച് വെച്ചിരുന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സുകളൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നാൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ ആദ്യം പോയപ്പോഴത്തേക്ക് ടോയ്ലറ്റിൻ്റെ കാര്യത്തിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമോ, പിന്നെ ചെറിയ പേടിയുണ്ടായിരുന്നു കേട്ടോ. എങ്ങാനും ഒരു വളവ് തിരിഞ്ഞ് വരുമ്പോൾ ആനയെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് മനസ്സിലായത്. ഞങ്ങൾ അവിടെ പോയപ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു KSRTC ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലുള്ള കണ്ടക്ടർ നെയ്യാറ്റിൻകരയുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം സംസാരിച്ചു. പിന്നെയും ഞങ്ങൾക്ക് കുറച്ച് കാട്ടുപോത്തും അതിലൊരു ആനയും ഉണ്ടായിരുന്നേ. ഒരു ആന അതിൻ്റെ ഇടയിൽ നിൽപ്പുണ്ട്. അങ്ങനെ അതിനെയൊക്കെ കണ്ടു. അങ്ങനെ രസമുണ്ടായിരുന്നു. അടുത്ത് വെച്ച് കാണാൻ പറ്റിയില്ലെങ്കിലും കാണാൻ പറ്റി എല്ലാത്തിനെയും. അങ്ങനെ പിന്നെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.